ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ബോട്ടിൽ ഗാർഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിതാ ഒരു ബോട്ടിൽ ഗാർഡ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പകുതി മതി. പകുതി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പകുതി ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് കുറേ കറി ഉണ്ടാവും. അപ്പോൾ ഞാനിത് മറ്റേ ഭാഗം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പകുതിയും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അതിൻ്റെ കുറച്ചുകൂടി ചെറിയൊരു പാർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ തോല് നീക്കം ചെയ്യാം. നന്നായിട്ട് ഇതേപോലത്തെ ഒരു പീലർ വെച്ചിട്ട് നമുക്ക് പീൽ ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ തോല് കംപ്ലീറ്റ് ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ തോല് കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് മുറിക്കാം. ഒരുപാട് മൂത്ത ഒരു ബോട്ടിൽ ഗാർഡ് ആണെങ്കിൽ നമുക്കിതിൻ്റെ നടുവിലത്തെ കുറച്ച് ആ സീഡ് റിമൂവ് ചെയ്യണം. ഇത് അത്ര മൂക്കൊന്നും ചെയ്യാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടിൽ ഗാർഡാണ്. അപ്പം നമുക്കിതിൻ്റെ നടുവിലുള്ള സീഡൊന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നന്നായിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്ത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിതിനെ ഒരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3-4 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് നടുകെ കീറിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് വെന്ത് കിട്ടാനുള്ള വെള്ളം ചേർക്കുക. കൂടുതൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഇത് വേഗം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ കുക്കർ മൂടിയിട്ട് ഒരു 2 വിസിൽ അത്രയും വരുന്ന രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 2 വിസിൽ കഴിഞ്ഞ ശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ടിട്ട് കംപ്ലീറ്റ് ഗ്യാസ് പോയി കഴിഞ്ഞ ശേഷം മാത്രം ഇത് വിസിൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതവിടെ വെന്ത് ഇട്ടിട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് ചിരവിയെടുത്തതാണിത്. അപ്പോൾ ഇത് നല്ല മൂത്ത തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ജീരകം ചേർക്കാം. ചെറിയ ജീരകമാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കിയിട്ട് എത്രയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അരവ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച് ഓഫ് ചെയ്തിട്ടുള്ള കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മളിത് വേവിക്കുന്ന സമയത്ത് കുറേ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ വെള്ളം ഇത്രയും കറക്റ്റായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് വെള്ളത്തിൻ്റെ. ഇത്രയും മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ വാളൻപുളിയുടെ വെള്ളമാണ് ഇപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ഒരു 1/2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം. അപ്പം നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. പുളി ഈ ഒരു നമ്മുടെ വേവിച്ച് വെച്ച ഈ ബോട്ടിൽ ഗാർഡിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഈ കഷ്ണത്തിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു തരണം. അപ്പോൾ നമുക്കിത് കുറച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. അപ്പം ഇത് നല്ല കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ ഇത് അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പാടില്ല. പിന്നെ കറി നല്ല വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കറി വേണ്ടത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 2 തിള വരുന്നത് പോലെ, അതായത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആ വരുന്ന അത്രയും മാത്രം നമ്മളിതിനെ തിളപ്പിക്കണ്ടു. കുറേ സമയം തിളപ്പിച്ച് ഇതിനെ വറ്റിക്കാനൊന്നും വേണ്ട. അപ്പോൾ കറിക്ക് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മളത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ കറി വറുത്തിടാം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരണം. ചൂടായി വന്ന ശേഷം നമുക്കിത് ഒരു 1/2 ടീസ്പൂണ് കടുക് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവയാണ് നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉണക്കമുളകും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ സമയത്ത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ നമ്മൾ ഒന്നിക്കൽ നന്നായിട്ട് സിമ്മാക്കി വെക്കണം, അല്ലെങ്കിൽ നമുക്കിതിനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഈ പാനിലേക്ക് തീ കയറാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ നമ്മൾ വറവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കത് വേഗം തന്നെ ഈ കറിയിലേക്ക് ഇടാം. ഇത് തണുത്ത് പോകുന്നതിന് മുന്നേ തന്നെ വേഗം ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രം നല്ലൊരു ടേസ്റ്റ് അതിൽ ഈ കറിയിൽ ഈ വറവിൻ്റെ എല്ലാം നന്നായിട്ട് ചേർന്ന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഗാർഡ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബോട്ടിൽ ഗാർഡ് എന്ന് പറയുന്നത് തന്നെയാണ് ചുരക്ക. അപ്പോൾ ചുരക്കയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.